ഇന്ന് തിങ്കളാഴ്ച ഒരു 12 മണി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പള്ളിയിൽ പോകുന്ന വഴിയാണ്. പള്ളിയിലെ കാഴ്ചകളൊക്കെ രാത്രിയിൽ. കയ്യിലിപ്പോൾ ഒരു ടോർച്ചുണ്ട്. ഇതാണ് കേട്ടോ, സമയം 12 ആയിട്ടുണ്ട്. വീട്ടിൽ ചേട്ടച്ചാരോട് ചോദിച്ചപ്പോൾ ചേട്ടച്ചാർക്ക് ഉറക്കം വന്നു. അവൻ കിടന്ന് ഉറക്കമായി. പിന്നെ അമ്മയ്ക്കും രാത്രി ആയതുകൊണ്ട് പറ്റത്തില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇതേവിടെ അതാണ് കേട്ടോ വീട്. പോന്നു. ഇനിയിപ്പം നേരെ ടൗൺ പള്ളിയിലൂടെ ഞാൻ അങ്ങോട്ട് രാത്രി തനിച്ചാട്ടം നടക്കണം. അപ്പം ഞാൻ ആകെ എടുത്തേക്കുന്ന മറ്റേ ആ ടോർച്ചാട്ടോ എൻ്റെ. പിന്നെ ഒരു പവർ ബാങ്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് സംഭവം. ടോർച്ചും ഇതും ഇത് പവർ ബാങ്ക് കോടും ചാർജ് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ സംഭവം 5 മിനിറ്റ് കഴിഞ്ഞാൽ ബാറ്ററി ലോ ആയി നിന്നു. അപ്പോൾ പിന്നെ പവർ ബാങ്ക് എടുത്തിട്ടുണ്ട്. ചാർജ് ഇട്ടിട്ട് തെളിയിക്കാൻ നല്ല വട്ടം കേട്ടോ. എൻ്റെ ഇത് കണ്ടോ, ഇത് രണ്ടാമത്തെ മോഡ്. ഒറ്റ വെച്ച് കുറച്ചിട്ട് ഇത് മിന്നി തെളിയണം. ഇത് മെയിൻ ഹെഡ് മെയിനായിട്ടുള്ള ഇത് നല്ല പവറാണ് കേട്ടോ. പവർ ബാങ്ക് ഉള്ളതുകൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. നല്ല വട്ടമാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 12:27 ആയിട്ടുണ്ട് കേട്ടോ. 12:30 ആയിട്ടുണ്ട്. ഇവിടെ പടക്കം പൊട്ടിയില്ല. ഇതിപ്പോൾ ഉറപ്പാറയാണ് കേട്ടോ. ഞാൻ ഇറങ്ങി വന്ന വഴിയാണ്. ഈ ലൈറ്റ് കണ്ടോ, ഇത് ഈ കൊല്ലം സ്ഥാപിച്ച ലൈറ്റുകളാണ്. ഈ കൊല്ലം തെളിയിച്ചു തുടങ്ങിയതാണ്. നേരത്തെ ഇവിടെ ലൈറ്റ് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇത് പാറയാണ്, ഉറപ്പാറ. ഇത് അങ്ങോട്ട് പോകുന്നൊരു വഴിയാണ് ടൗണിലോട്ട്. ഇത് കണ്ടോ, നല്ല ആകാശം കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. മേഘമെല്ലാം കൂടി നല്ല കാഴ്ച. എങ്ങും നല്ല ഇരുട്ടാണ് കേട്ടോ. ഞാൻ ടോർച്ച് എടുത്ത് ഉപകാരപ്പെട്ടു. ഭയങ്കര ഇരുട്ടാണ് കണ്ടോ. ഈ വീടുകളിൽ ഇവിടെ മാത്രമേ ഉള്ളൂ ലൈറ്റ്. പിന്നെ അങ്ങോട്ട് കഴിയുമ്പോൾ മൊത്തം ഇരുട്ടാണ്. ഉണ്ടല്ലോ. പിന്നെ ഈ ലൈറ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ നിന്ന് ഇപ്പോൾ ഒരു കിലോമീറ്റർ നടന്നായിരുന്നു കേട്ടോ. 1 കിലോമീറ്റർ നടന്ന് നമ്മളിപ്പോൾ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. തൊടുപുഴ അവിടെ എത്തി. സെൻറ്റ് മേരീസ് ഹോസ്പിറ്റൽ തൊടുപുഴ. ഇനിയും കുറച്ചുകൂടി പോകണം കേട്ടോ. അവിടെ നിന്ന് കുറേ നടന്നായിരുന്നു കേട്ടോ. ഒരു 400 മീറ്റർ കൂടി നടന്നപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്കും ബസ് സ്റ്റാൻഡ് എത്താറായി. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ആ കയറി പോകുന്നതിൻ്റെ വഴിയാണ് ഈ കാണുന്നത്. ഇതുണ്ടോ. അപ്പോഴത്തേക്ക് വന്ന വഴിക്കൊരു സംഭവം ഉണ്ടായേ. ഞാനിങ്ങനെ മുടി പുറകോട്ട് കെട്ടാതെ ഇങ്ങനെ നീട്ടിയിട്ടായിരുന്നേ. എന്നിട്ട് തുപ്പിയും വെച്ചു. അപ്പോഴത്തേക്കും ഒരു ടൂറിസ്റ്റ് ബസ്സുകാരൻ എന്നോടൊന്ന് ചോദിച്ചു, ഈ അങ്കമാലി എങ്ങോട്ടാണെന്ന്. അങ്കമാലി എന്നോട് എങ്ങോട്ടാന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. കാരണം ഞാൻ മറന്നുപോയി ആ റൂട്ട് എങ്ങോട്ടാന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടി വിളിച്ചു ചോദിച്ചു, സാധനം കയ്യിലുണ്ടോ. സംഭവം എന്നാന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നീടാണ് പറഞ്ഞത് എന്തോ സംഭവമാണ് അവർ ഉദ്ദേശിച്ചത്. എൻ്റെ ആ മുടി ഞാൻ പുറകോട്ട് നീട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ മുടി കെട്ടി വെച്ചു വിട്ടു. ഇതെന്തോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാനിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ സ്ഥലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ കയറി പോകുന്നതിൻ്റെ അവിടെ എതിർത്ത് 1:02 ആയിട്ടുണ്ട്. തൊടുപുഴ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരം കേട്ടോ. ആ ബസ് സ്റ്റാൻഡിലോട്ട് ഇറങ്ങുന്ന വഴിക്ക് എവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം അവിടെ നിന്ന് കുറച്ച് വന്നായിരുന്നു. ഇതിപ്പോൾ ടൗൺ പള്ളി എത്തിയിട്ടുണ്ട്. തൊടുപുഴ ടൗൺ പള്ളിയാണ്. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച പള്ളി. ഇതിൻ്റെ ഉള്ളിലെ ചുറ്റുവട്ട കാഴ്ചകളിലൊക്കെ നമുക്ക് കാണാം. തൊടുപുഴ ടൗൺ പള്ളിയാണേ. ഇപ്പോൾ രാത്രി ഒരു 1:10 ആയിട്ടുണ്ട് കേട്ടോ. 1 മണി കഴിഞ്ഞിട്ടുണ്ട്. ലൈറ്റപ്പ് ചെയ്ത് മൊത്തം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫുള്ളും ലൈറ്റപ്പാണ്. അടിപൊളിയാക്കി വെച്ചു. കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നല്ല തിരക്കാണ് കേട്ടോ. ഇതുണ്ടോ, നല്ല തിരക്കാണ്. രക്ഷയില്ല, ഭയങ്കര ആളുകളുണ്ട്. കുർബാന നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ശബ്ദമൊന്നും ഇല്ലാത്ത രീതിയിലാണ് കുർബാന നടന്നുകൊണ്ടിരിക്കുന്നത്.
പേപ്പറാണ് കേട്ടോ, പേപ്പർ വെച്ചുള്ള ഡിസൈനിങ്. ഇപ്പം പേപ്പർ ചെറിയതായിട്ട് കീറി ഇട്ടേക്കുന്നു. ഇത് കണ്ടോ, അത് ലൈറ്റ് ഇപ്പം കൂടി ചെയ്തപ്പോൾ സൂപ്പറാണ്. ലൈറ്റ് കൂടി ഇട്ടേ. ഇവിടെ സെക്ഷൻ ഉണ്ടേ, സൂപ്പറല്ലേ. സ്റ്റാർ സംഭവം പേപ്പർ വർക്കാണ് കേട്ടോ കൂടുതലും. ട്രീ ആണ്. ഗ്ലാസ് വർക്കാണ്, ഗ്ലാസ് ലൈറ്റ്. അതൊരു ഹാപ്പിനെസ് ആണ്, ടുഗദർനെസ് ആണ്, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ഇമോഷൻ ആണ് അല്ലേ. സോ കേക്ക് കട്ട് ചെയ്യാം നമുക്ക്. എല്ലാവരുടെയും
കണ്ടോ, നല്ലൊരു കൈയടി കൊടുക്കണ്ടേ. ചെറുപുഷ്പ മിഷനിൽ കുട്ടികൾ നടത്തുന്ന ക്രിസ്മസ് ട്രീ പുറകെ ഇരിക്കുന്നുണ്ട്. സോ എല്ലാവരും സഹകരിക്കണം. തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുന്ന വഴിയാണ് നമ്മുടെ പള്ളി. പള്ളിയിൽ നിന്ന് ഇറങ്ങിയായിരുന്നേ, സമയം ഒരു 3 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. അവിടെ കലാപരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ നേരെ ഇറങ്ങി പോന്നു. ഇനിയിപ്പം വീട്ടിൽ അവിടെ ഒന്ന് കിടക്കാമെന്ന് വെച്ച് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ വന്ന വഴി തന്നെ തിരിച്ചു പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ 1 മണിക്കൂറാവും തോന്നുന്നു. പിന്നെ അതിൻ്റെ പേയാണേ.